ഈ നിമിഷങ്ങളിൽ ചിന്തിക്കുക വിശുദ്ധിയെക്കുറിച്ചാണ്. എന്തിനാണ് നാം വിശുദ്ധി ജീവിക്കുന്നത്? നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഈ നിമിഷങ്ങളിൽ ചിന്തിക്കുക. വിശുദ്ധി കൂടാതെ ഒരിക്കലും ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധ്യമല്ലെന്നാണ് എബ്രയർ 12:14 പറയുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വ്യക്തികളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടതുപോലെ പ്രത്യുത്തരം ലഭിക്കാതെ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, പലപ്പോഴും പലരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതാണ്: വിശുദ്ധി നഷ്ടപ്പെടുന്ന പല കുടുംബങ്ങളിലും പല വ്യക്തി ജീവിതത്തിലും ഒരുപാട് തെറ്റിദ്ധാരണയുണ്ടാകുന്നു, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. പല പ്രശ്നങ്ങളെക്കുറിച്ച് കേൾക്കുവാനും അറിയുവാനും ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ഓർക്കുന്നു. ഏകദേശം ഒരു 7 മാസങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബത്തിൽ ഒരുപാട് ബിസിനസ് രംഗങ്ങളിലും അതുപോലെ നല്ല സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബം, 2 മക്കളും സാമാന്യ നല്ല ചുറ്റുപാടുമുള്ള ഒരു കുടുംബം. അവരൊരിക്കൽ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ, ഒരുപാട് പ്രതിസന്ധികളാണല്ലോ ബ്രദറെ, അതുകൊണ്ട് എന്താ ഇങ്ങനെയെല്ലാം കാരണം? ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിച്ചു നോക്കാം. നേരത്തെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു, കടബാധ്യത, ആദ്യം ബാധ്യതയെല്ലാം കൂടി 10 ലക്ഷം, ഇന്ന് 80 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 കോടിയുടെ അടുക്കൽ കടബാധ്യതയായി. എന്തോ ഞാൻ ആ കുടുംബത്തിലെ അംഗങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു. തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നൽകിയത് ഈ ഒരു കാര്യം. അവരുടെ ജീവിതത്തിൽ അവരുടെ ആ കുടുംബനാഥനോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത, പ്രത്യേകിച്ച് കൽപ്പനകൾക്ക് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ നിരാശ വരുമ്പോൾ, നിരാശ വന്നു കഴിഞ്ഞപ്പോൾ, ബാധ്യത വന്നു, നിരാശ വന്നു, അങ്ങനെ ഓരോന്നോരോന്നായി വരുമ്പോൾ ഞാൻ പല തെറ്റുകൾ ചെയ്യാൻ ഇടവന്നിട്ടുണ്ട്. എനിക്ക് കർത്താവ് മനസ്സിലാക്കി തന്നതിൽ നിന്ന് എനിക്ക് പറയാനുള്ളതാണ്, ആ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ വിശുദ്ധി നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കുന്നുകൂടും. അതിനകത്ത് ഒരു സംശയവുമില്ല. അതിന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വിശുദ്ധ ലൂക്കോസ് ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഇന്ന് നമ്മുടെ നമ്മൾ എന്തെല്ലാം തരത്തിലൂടെ ആത്മാർത്ഥമായിട്ട് എന്തെല്ലാം തരത്തിലൂടെ നമ്മൾ ഭക്തി പ്രകടനങ്ങൾ നടത്തിയാലും നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിക്ക് ചേർന്ന രീതിയിലുള്ള ജീവിതം നമ്മൾ നയിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമുക്ക് നേടാൻ പറ്റത്തില്ല. മക്കൾ പറയുന്നത് കേൾക്കുന്നില്ല, കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ പരസ്പര വെറുപ്പുണ്ടാകുന്നു. ഇതിൻ്റെ എല്ലാം കാരണം പ്രിയപ്പെട്ടവർ വിശുദ്ധിക്ക് കോട്ടം തട്ടിയോ എന്ന് വളരെയധികം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ രാത്രിയിൽ, ഈ സന്ധ്യാസമയത്ത് ഇവിടെ ഈ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാമോ, എൻ്റെ ജീവിതവും ഒരുപാട് കുഴപ്പങ്ങൾ നിറഞ്ഞതായിരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങനെ കുറവുകൾ വന്നു. എന്തിനു പറയുന്നു? എനിക്കൊരു 10 സെൻറ്റ് സ്ഥലം പോലും സ്വന്തമായി ഇല്ലാതെയായി ജീവിതത്തിൽ. കാരണം എനിക്ക് ഇഷ്ടമനുസരിച്ചൊരു ജീവിതം, 3 മക്കളും ജീവിതത്തിലുണ്ടായി. പക്ഷേ ഈശോയെ
എന്തെല്ലാം പ്രാർത്ഥിച്ചിട്ടും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ധ്യാനം കൂടിയപ്പോൾ ധ്യാനത്തിലൂടെ ദൈവം എനിക്ക് തന്ന ബോധ്യം ഇതാണ്. കൊളത്തുപയലിലും അതുപോലെ ഞാൻ പല ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ പോയി ധ്യാനം കൂടിയപ്പോഴും എനിക്ക് നൽകിയ ബോധ്യം ഇതാണ്: നീ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ജീവിതമാണോ മകനെ നയിക്കുന്നത്? ചിന്തിച്ചു കഴിഞ്ഞാൽ പൗലോസ്ലിയ പറഞ്ഞതുപോലെ കാമാസക്തിയോടുകൂടി സ്ത്രീയെ നോക്കിയാൽ മതി, അത് പാപമായി തീർന്നു എന്നാണ് പറയുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള വിശുദ്ധിക്ക് കോട്ടമായ രീതിയിലുള്ള ചിന്തകളുമെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥിച്ചു. ദൈവിക പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇടുക്കി ജില്ലയിൽ ഞാൻ ഒരു 3 പേരും 7 കിലോ അരിയും 10 സെൻറ്റ് സ്ഥലം ദാനമായി കിട്ടിയ ഒരു സ്ഥലത്ത് ഇന്ന് ഇടുക്കി ജില്ലയിൽ സ്നേഹമന്ദിരം എന്ന ഒരു പ്രസ്ഥാനം കർത്താവിൻ്റെ കൃപയിൽ നടന്നു പോകുന്നുണ്ട്. അത് നടന്നു പോകുമ്പോൾ അവിടെ ഇന്ന് ഒരു ദിവസം 200 ചില്ലുവാനം കിലോ അരി വേണം. 2600-ലധികം ജീവിതങ്ങൾ സ്നേഹമന്ദിരത്തിൻ്റെ തണലിൽ വന്നു പോയിട്ടുണ്ട്. ഇന്ന് 330 പേർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഒരു 10-25,000 രൂപയെങ്കിലും വേണം. ഒന്നിനും കഴിവില്ലാത്ത, ആർക്കും വേണ്ടാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനെ പിടിച്ച് ദൈവം ഇങ്ങനെ ആക്കിയതിൻ്റെ പിന്നിൽ എൻ്റെ വിശുദ്ധിക്ക് ചേരാത്ത ചിന്തകളും വിചാരങ്ങളും പ്രവർത്തനങ്ങളും എപ്പോൾ ഞാൻ മാറ്റിവെച്ചോ അവിടെ ദൈവം ഇടപെട്ടു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പഠിച്ചാൽ ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വലിയൊരു സത്യം ഇതാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇന്ന് പ്രത്യേകിച്ച് വചനപ്രഘോഷകർ, ഞാൻ വളരെയധികം ചിന്തിക്കുകയോ ചെയ്തേ. ഇന്ന് ആരെങ്കിലും വളരെ വചനപ്രഘോഷകർ ആരെങ്കിലും ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ഇന്ന് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ടോ? സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നതിൽ വിജയിക്കുന്നുണ്ടോ? അവിടെയെല്ലാം കാണുന്നത് അവർ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ അത് പൂർത്തീകരിക്കപ്പെടുവാൻ കഴിയുന്നുള്ളൂ. അതിനകത്ത് സത്യം. എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്ത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നല്ല ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. നാട്ടുകാരെല്ലാം ഒരുപാട് ബഹുമാനിക്കുന്ന വ്യക്തി. പക്ഷേ എന്ത് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂനത, നമ്മുടെ ഒരു പ്രത്യേക ഒരു ന്യൂനത, ആ ന്യൂനത മറ്റുള്ളവർ അറിയാനും ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കുന്നില്ല, നിങ്ങളുടെ മാതാപിതാക്കൾ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ തീരുന്നില്ല. നിങ്ങൾ ഒന്നിരുന്ന് ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധിക്ക് കോട്ടം തട്ടുന്ന എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. അതിനകത്തൊരു സംശയവുമില്ല. ഇന്ന് പ്രിയപ്പെട്ടവർ, വിശുദ്ധരെ മുഴുവൻ എടുത്ത് പഠിച്ചു നോക്കിക്കോ. ഇന്ന് വിശുദ്ധരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മാനുഷ്യമായ ബലഹീനതകൾ ഒക്കെ അവർ തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ നിന്ന് വിശുദ്ധി പ്രാപിച്ചപ്പോഴാണ് അവർ വിശുദ്ധ ഗണത്തിലേക്ക് എത്തിയത്. ഇവിടുന്ന് ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്: നിങ്ങൾ ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളെല്ലാവരുണ്ട്. നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒന്നടങ്കം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക. ഞാൻ ഈ വർഷങ്ങളായി ഈ കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുക്കൽ വന്ന സഹോദരൻ കുറേ കാലം പറഞ്ഞല്ലോ, ഒരുപാട് വിശുദ്ധിക്ക് കോട്ടത്തട്ട ജീവിതം നയിച്ചു. അദ്ദേഹത്തിൻ്റെ കടബാധ്യതകൾ 1 കോടിക്കടുത്തെത്തി. വീണ്ടും അദ്ദേഹം കുറേ കാലങ്ങൾ പിന്നിട്ട് വന്നപ്പോഴത്തേനും അദ്ദേഹം 1 വർഷം കഴിഞ്ഞപ്പോൾ സ്നേഹമന്ദിരത്തിൽ ഇന്ന് പ്രാർത്ഥനയുണ്ട്, അവിടെ ധ്യാനമുണ്ട്. അങ്ങനെ സ്നേഹാനുഭവ ധ്യാനമുണ്ട്. ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ വന്നു. അദ്ദേഹത്തിന് ഒരുപാട് തിരിച്ച് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരിക്കലും വിൽക്കാൻ സാധിക്കുമെന്ന് ഉദ്ദേശിക്കാത്ത ഒരു സ്ഥലം എനിക്ക് വിറ്റു, ന്യായമായ വില കിട്ടി. എനിക്ക് 1 കോടിയിലടുത്ത് കടമുണ്ടായിരുന്ന എനിക്ക് ഇന്ന് പ്രിയ ബ്രദറെ ഒരു 10-20 ലക്ഷം രൂപയെങ്കിലും എൻ്റെ കടമുള്ളൂ. ബാക്കിയെല്ലാം കടം തീർന്നു. എൻ്റെ വിശുദ്ധിക്ക് കൊട്ടം നിറഞ്ഞ അവസ്ഥ, വിശുദ്ധിക്ക് ചേരാത്ത പ്രവൃത്തികൾ എല്ലാം
ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, വിശുദ്ധിക്ക് ചേരാത്ത എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ നീക്കി വെച്ചപ്പോൾ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നു എന്നാണ് പറയുക. ഒന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ, ദൈവത്തിനൊന്ന് കൈയടിച്ച് നന്ദി പറഞ്ഞേ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല കാരണം ഇതാണ്. നമുക്ക് ഒരുപാട് കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, ഒരുപാട് പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷേങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പലതുമുണ്ട്. നമ്മളെ വിളിച്ചവൻ പറയുന്നുണ്ട്, നമ്മളെ വിളിച്ച ദൈവം വിശുദ്ധനാണെങ്കിൽ നമ്മളും വിശുദ്ധരാകണം. ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ദൈവത്തെ വിളിച്ച് ദൈവസന്നിധിയിൽ ഞാൻ ദൈവത്തിൻ്റെ നിന്ന് അനുഗ്രഹം വേണമെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകൾ പാലിക്കണം. അതിലേറെ 6-ാം പ്രമാണമാണല്ലോ വ്യഭിചാരം ചെയ്യരുത്. ദൈവത്തിന് നിരക്കാത്തതൊന്നും നമ്മൾ ചെയ്താൽ എന്തിനു പറയുന്നു? നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കോപിക്കുന്ന, ഇന്ന് വിശുദ്ധിക്ക് നിരക്കാത്ത പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി അമിതമായ രീതിയിൽ മദ്യം കഴിക്കും. അതിനകത്തൊരു സംശയമില്ല. വിശുദ്ധിക്ക് നിരക്കാത്തതായ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികൾ കുറ്റം പറഞ്ഞ് നടക്കും, മറ്റുള്ളവരോട് ഭയങ്കര അസൂയായിരിക്കും. ഇതെല്ലാം ഉണ്ടാകുന്നത് വിശുദ്ധിക്ക് കോട്ടം തട്ടുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ മുഴുവൻ സമയവും പോയി അവനിരുന്ന് പ്രാർത്ഥിച്ചാലും എത്ര ധ്യാനം കൂടിയാലും അവൻ ഈ പാപത്തിൽ നിന്ന്, ദൈവത്തിന് നിരക്കാത്ത അശുദ്ധമായ പാപം കാത്തു സൂക്ഷിച്ച് അതിൽ ജീവിക്കുന്നവൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ല. നിങ്ങളുടെ മുമ്പിൽ ഞാനിത് പറയുമ്പോൾ എനിക്ക് ധൈര്യമായി പറയാൻ കഴിയും. ഒരിക്കൽ സ്നേഹമന്ദിരത്തെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടി പല മാധ്യമ പ്രവർത്തകരും അതിനെക്കുറിച്ച് പഠിക്കാൻ വന്നപ്പോൾ എൻ്റെ അടുക്കൽ അവർ ചോദിച്ച ഒരു കാര്യം ഇതാണ്: ഈ ഇടുക്കി ജില്ലയിൽ ഈ മലയിടുക്കിൽ എങ്ങനെ ഈ 300 ചില്ലുവാനും പേർക്ക് 25,000 രൂപ എങ്ങനെ ഡെയിലി കൊണ്ടുവരുന്നു? ഒരു മാസം എത്ര ചെലവ്? ഇതിൻ്റെയൊക്കെ ടെക്നിക്ക് എന്താണ്? എവിടുന്നാണ് ഈ പൈസ വരുന്നത്? ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ അവിടെ നിൽക്കുന്നവരും, സ്നേഹമന്ദിരത്തിൽ നിൽക്കുന്നവരും, അവിടെ സേവനം ചെയ്യുന്നവരും, അവിടുത്തെ ജോലിക്കാരും ഞാനും അടക്കമുള്ളവരുടെ ഒറ്റ മാനദണ്ഡമുള്ള വിശുദ്ധിയിൽ ജീവിക്കുക. അവിടെ വന്ന് ഏതെങ്കിലും തരത്തിൽ അശുദ്ധിയിൽ ജീവിക്കാണ്ടിട്ട് പലരും ശുശ്രൂഷയ്ക്ക് കടന്നു വരിക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇടുക്കിയിൽ സ്നേഹമന്ദിരത്തിൽ വന്നാൽ, അവിടെ നിന്നാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വിശുദ്ധിയിൽ ജീവിക്കാൻ തക്കതായ സാഹചര്യം സ്നേഹമന്ദിരത്തിൽ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് 10,000 2,000 പേരെയോ 5,000 പേരെയോ ഞാൻ നോക്കി, അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിച്ചു എന്നുള്ള ദൈവം എന്നോട് ചോദിക്കുക, ഏത് മനോഭാവത്തിലാണ്? ദൈവകൽപ്പന പാലിച്ചുകൊണ്ടാണോ? പലരും പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ ഇടയിൽ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്: വിശുദ്ധിക്ക് കോട്ടം തട്ടുന്ന ഏതെങ്കിലും രംഗങ്ങളുണ്ടെങ്കിൽ, ഞാൻ ഓർക്കുന്നു ഒരുപാട് കുറവുകൾ നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ ഞാൻ വിശുദ്ധനാണെന്നോ നല്ലവനാണെന്നോ അല്ല പറയുക. എനിക്കത് പറയാനുള്ള യോഗ്യതയൊന്നുമില്ല. പക്ഷേ എനിക്കൊന്ന് മാത്രം അറിയാം: വിശുദ്ധിയിൽ ജീവിച്ചാൽ ഏത് പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാൻ കഴിയും. ഏതെല്ലാം വലിയ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്കുണ്ടാകും. വിശുദ്ധിയിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് ദൈവം ഇങ്ങനെ സ്നേഹിക്കുക. അപ്പം വിശുദ്ധിയിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അവർ വിശുദ്ധ ഗണത്തിലേക്ക് എത്തും. ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ, ഇന്ന് പാപങ്ങളുടെ അമ്മ ചുക്കിച്ചൊളിഞ്ഞ മുഖവുമായിട്ട് ഇന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച, ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് എത്തിയിരിക്കുന്ന പാവങ്ങളുടെ അമ്മ. എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇതുപോലെ ആതുരാലയങ്ങൾ നടത്തുന്നവരും കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കുകാരാകാൻ ആഗ്രഹിക്കുന്നവരും, എന്തിനു പറയുന്നു, ജാതി ഭേദമന്യേ പല വ്യക്തികളും ഇന്ന് നോക്കി നടക്കുക കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാകുവാൻ. കാരണം ഇവിടെ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നവരെ അവരുടെ കാര്യം എന്നും ഓർക്കുക. എന്തെല്ലാം തരത്തിലൂടെ അഭിമാനകരമായ കാര്യങ്ങൾ ഞാനും നിങ്ങളും സംഭരിച്ചെടുത്താലും, പ്രിയപ്പെട്ടവരെ, വിശുദ്ധിക്ക് ചേർന്ന രീതിയിലുള്ള ജീവിതം നയിക്കുമ്പോഴേ അതൊരിക്കലും
അവസാനിക്കുന്നില്ല. അതാ ഈശോ പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. നമുക്കൊരു നിമിഷം ഒന്ന് എണീറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കണമെങ്കിൽ, നല്ലൊരു വിശ്വാസി ആയിത്തീരണമെങ്കിൽ അവൻ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. നമ്മുടെയൊക്കെ ധാരണ ഇരിക്കുന്നത് അങ്ങനെ കർത്താവ് ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനാണ്. നീ എന്തു വേണമെങ്കിലും നോക്കിക്കോ. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഒരു കാലത്ത് ഞാൻ ഓർക്കുന്നു, എൻ്റെ ചാച്ചനൊക്കെ എന്നെ ഒന്ന് പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ, എൻ്റെ ചാച്ചനൊക്കെ എന്നെ വേണ്ടതുപോലെ, എനിക്ക് 9 മക്കൾ, ഞങ്ങൾ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ സ്കൂളിൽ പോയപ്പോൾ 10 പൈസയോ 5 പൈസയോ തന്നു വിട്ട് സ്കൂളിൽ വണ്ടിക്ക് പോകാൻ നിവൃത്തിയില്ലാഞ്ഞ ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കൽപ്പനയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി ആഗ്രഹിച്ചപ്പോൾ തന്നെ തമ്പുരാൻ ഇങ്ങനൊരു കാര്യത്തിന് തിരഞ്ഞെടുത്തുവെങ്കിൽ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന, എന്നെ ശ്രമിക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഈശോയ്ക്ക്, ദൈവത്തിന് എത്രയോ വലിയ അത്ഭുതങ്ങൾ നടത്താൻ കഴിയും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരെയധികം ശക്തിയുള്ളവരായി മാറും. ദുഃഖങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ മാറ്റിവെക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ ഒത്തിരി ഫോണ്, മറ്റ് സൗകര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവകൽപ്പന പാലിച്ച് തൻ്റെ യൗവനത്തിൽ തൻ്റെ സൃഷ്ടാവിനെ തിരിച്ച് അറിയിച്ചതിന് ശേഷം, അല്ലെങ്കിൽ യൗവനത്തിൽ തൻ്റെ മക്കൾക്ക് വേണ്ടതായ ദൈവീക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്നാൽ ആ കുഞ്ഞുങ്ങൾ നമ്മളോട് പ്രതികരിക്കും. അതുകൊണ്ട് ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് നിൻ്റെ ജീവിതത്തിലേക്ക്, നിൻ്റെ നിമിഷങ്ങളിലേക്ക് കർത്താവ് കടന്നു വരട്ടെ. വിശുദ്ധിക്ക് ചേരാത്ത ചിന്ത, വിചാരങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ നിമിഷങ്ങളിൽ ദൈവവചനം ശ്രവിക്കുന്ന ഈ സമൂഹത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുന്നുണ്ട്. വിശുദ്ധിക്ക് നിരക്കാത്ത ചിന്ത, വിചാരങ്ങളുള്ളവരെ ഈ നിമിഷം ദൈവം അനുഗ്രഹിക്കുവാൻ, അതിൽ നിന്ന് എല്ലാ മനുഷ്യരും നന്മ ആഗ്രഹിക്കുക. വിശുദ്ധ പൗലോസ് പറഞ്ഞ പോലെ, ഞാൻ നന്മ ആഗ്രഹിക്കുന്നു, പക്ഷെ ഞാൻ ആഗ്രഹിക്കാത്തത് ചെയ്തു പോകുന്നു. ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം മുഴുവൻ വിശുദ്ധിയിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുക. പക്ഷേ എന്ത് ചെയ്യാം പ്രിയപ്പെട്ടവരെ, ഇത് പാപത്തിൻ്റെ എല്ലാ മേഖലകളും നമ്മളെ ആഞ്ഞടിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിരിക്കുക. വിശുദ്ധ പൗലോസ്ലിയ പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന, കർമ്മത്തിൻ്റെ ഫലം കർമ്മയുടെ ജീവിത വിശുദ്ധിയാണ്. കർമ്മത്തിൻ്റെ ഫലം കർമ്മയുടെ ജീവിത വിശുദ്ധിയാണ്. ഇന്നെൻ്റെ കുടുംബത്തിൽ ഞാനിന്നൊരു വ്യാപാരം ചെയ്യാൻ പോകുന്നു, ഞാനൊരു ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പോകുന്നു. ഇവിടെയൊക്കെ എൻ്റെ ജീവിത വിശുദ്ധിയെ ആശ്രയിച്ചിരിക്കും എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ. ഞാൻ ഓർക്കുന്ന, എൻ്റെ കുടുംബത്തിൽ വീടിനടുത്തുള്ള ഒരു ചേട്ടൻ, ചില അത്യാവശ്യം മദ്യപാനം പറ്റുന്ന എല്ലാ കുറവുകളൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരിക്കൽ വൈകുന്നേരം ഒരു പ്രാവശ്യം, ഒരു ശനിയാഴ്ച കുറച്ച് പച്ചമീൻ മേടിച്ച് വന്നപ്പോൾ, ശനിയാഴ്ചയായിരുന്നു, ഞായറാഴ്ച ഭാര്യയുടെ പേര് എലിയാമ്മ ചേച്ചി എല്ലാം ഒരുങ്ങി റെഡിയായിരിക്കുമ്പോഴാണ് ചാക്കോ ചേട്ടൻ ഇവിടെ പച്ചമീനുമായി വന്ന്. ഭയങ്കര നാറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ചാക്കോ ചേട്ടൻ്റെ പേർക്ക് വന്ന് ഈ മീൻ കൊണ്ട് കൊടുത്തിട്ട് സമ്മാനിച്ചിട്ട് കുടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവള് വളരെയധികം വിഷമത്തോടു കൂടി എലിയാമ്മ വന്ന് പറഞ്ഞു, എന്തിനാ ഇത്, നാളെ പോരെ, ഞാൻ കുളിച്ച് പൗഡറൊക്കെ ഇട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ബന്ധുക്കളിൽപ്പെട്ട എൻ്റെ ആൻറ്റി വന്നപ്പോൾ എനിക്ക് അമേരിക്കയിൽ നിന്ന് ഒരു ആൻറ്റി ഒരു സാരി കൊണ്ടു തന്നു. ഈ സാരി നാളെ ഒന്ന് ഉടുത്ത് പള്ളി പോകാനായിട്ട് ഞാൻ റെഡി ആയിരിക്കുമ്പോഴല്ലേ എൻ്റെ ചേട്ടാ ഇവിടെ ഉണക്കമീൻ കറിയുണ്ട്, പിന്നെ വാഴയ്ക്ക തോരനുണ്ട്, അത്യാവശ്യം പപ്പടമുണ്ട്, ഇനി വേണമെങ്കിൽ ഒരു മുട്ട വേണമെങ്കിൽ പൊരിച്ചു തരാം, അതാവുമ്പോൾ കയ്യിലൊന്നും പറ്റിയല്ലോ, ഇതുകൊണ്ട് എന്നെ ഒന്ന് വിഷമമാക്കരുത്. ഉടനെ പറഞ്ഞ്, പറ്റിയല്ല, ഇന്ന് തന്നെ 2 എണ്ണം എനിക്ക് വറുത്ത് തിന്നാതെ ഞാൻ സമ്മതിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ചാക്കോ ചേട്ടൻ്റെ മധ്യത്തിൽ നിന്ന് പറഞ്ഞു, എലിയാമ്മ ചേച്ചി അതുകൊണ്ട് ആ പാത്രത്തിലേക്ക് ഒറ്റയേറ
അങ്ങനെ എറിഞ്ഞിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ മക്കൾ രണ്ടും എണീറ്റ് വന്ന്, അമ്മേ എനിക്ക് കഞ്ഞിക. ഉടനെ ആ അമ്മ ആ ഏലിയാമ്മ ചേച്ചി മക്കളോട് പറഞ്ഞത് എന്താണെന്നറിയാവോ? പിശാചുക്കളെ പോയി കടക്കുന്നുണ്ടോ? എനിക്ക് ദേഷ്യം വന്നിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എടുത്തു പറഞ്ഞാൽ ഇതുപോലെ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിക്ക് കോട്ടം തട്ടുമ്പോൾ നമ്മളൊക്കെ ചെയ്യും. അത് എടുത്ത് കുടുംബത്തിൽ അലോക്യമുണ്ടായി, കുടുംബത്തിൽ പിന്നെ സമാധാനം നഷ്ടപ്പെട്ടു. അങ്ങനെ എത്ര കുടുംബങ്ങളാണ് എടുത്തു നോക്കിയാൽ, എല്ലാ കുടുംബങ്ങളും നമ്മൾ ചെയ്യുന്ന, ഞാനിന്ന് എനിക്ക് 5 മക്കളുണ്ടെങ്കിൽ, എനിക്ക് 10 മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ 10 മക്കളെ വളർത്തുക എന്ന കടമ എൻ്റേതാണ്, ആ മാതാപിതാക്കളുടെ. ആ കുടുംബത്തിൽ ആർക്കെങ്കിലും ദൈവത്തിന് നിരക്കാത്ത വിശുദ്ധിക്ക് കോട്ടം തട്ടി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ 5 മക്കളിൽ പല വ്യക്തികളുടെയും പ്രശ്നങ്ങൾ ഭയങ്കര പ്രശ്നങ്ങളായി തീരും. ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ടിക്കിനിക്ക് സ്നേഹമന്ദിരത്തിൽ ഇന്ന് അനുദിന ആവശ്യങ്ങളിൽ ആരെങ്കിലും കടന്നു വന്നോ? പലരും ഈയിടെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഒരു സഹോദരി കടന്നു വന്നു. പുള്ളിക്കാലത്തേക്ക് ഇച്ചിരി അടിച്ച് പൊളിക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മോളെ, ഇവിടെ ആഗ്രഹിക്കുന്ന അടിച്ചുപൊളിയല്ല. ഇവിടെ നിങ്ങൾ വന്നു, ഇവിടെ വന്ന് സേവനം ചെയ്തു, അവരുടെ മുടി വെട്ടി, അല്ലെങ്കിൽ അവരുടെ നഖം വെട്ടി, അവരുടെ കുളിപ്പിച്ചു, പഴുത്ത് വ്രണമായി കിടക്കുന്ന മനുഷ്യരൊക്കെയുണ്ട്. അവരെയൊക്കെ നിങ്ങൾ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച്. പക്ഷേ ഇവിടെ അടിച്ചുപൊളിയൊന്നും നടക്കുകയില്ല. നിങ്ങൾ ഇതിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന വ്യക്തികളായി തീരാമെങ്കിലേ സ്നേഹമന്ദിരത്തിൽ നിങ്ങൾ സേവനം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വിശുദ്ധിക്ക് കോട്ടം തെറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ 1-2 മാസം നിൽക്കുള്ളൂ, ഉടനെ കർത്താവ് മാറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുന്ന രീതിയിൽ ആക്കി തീർക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. വിശുദ്ധി കൂടാതെ നമുക്ക് ഇന്ന് കർമ്മങ്ങളാണ്, എന്തെല്ലാം കർമ്മങ്ങളാണ് ചെയ്യുന്നത്, എന്തെല്ലാം തരത്തിൽ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, പ്രാർത്ഥിച്ച് മടുക്കുന്നു, പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. അതിൻ്റെ കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എവിടെയെങ്കിലും ഇതിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ജീവിത ശൈലി രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും ദൈവം പരിഹരിച്ചു തരും. അതിനകത്തൊരു സംശയവുമില്ല. പല കുടുംബങ്ങൾ, പല വ്യക്തികളും ഓരോ എന്തേറെ പേരാ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ നിർത്തി. ഈയിടെ അമേരിക്കയിൽ നിന്നൊരു കുടുംബം വന്നു. ആ കുടുംബം വന്നപ്പോഴത്തേനും ആ കുടുംബത്തിലെ പ്രശ്നം ഇതാ, 4-5 മക്കളുണ്ട്, ഒരു മകൻ ഒന്നും. പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം കാണുന്നു. അവിടെയൊക്കെ പ്രശ്നങ്ങൾ, അവിടെയൊക്കെ അടിസ്ഥാന പ്രശ്നം ഇതാ. ദൈവത്തെ വിളിക്കണമെങ്കിൽ കർമ്മത്തിൻ്റെ ഫലമാണ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഏത് തരം ഇന്ന് വചനപ്രഘോഷകരെ നിങ്ങളെടുത്തു. ഓരോ വചനപ്രഘോഷകരും അല്ലെങ്കിൽ ദൈവമഹത്വത്തിന് വേണ്ടി ഓടി നടക്കുന്ന വ്യക്തികളെ എല്ലാം നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ. അവരുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൽ അഗ്രഗണ്യരായിരിക്കും. ആരും മുൻപന്തിയിൽ നിന്ന് അവരുടെ ആ മഹത്വത്തിന്, അവരുടെ ജീവിതശൈലിക്ക് കോട്ടമില്ലാതെ മുന്നേറുന്നുണ്ടോ, അവരെല്ലാം വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇന്ന് വലിയ പണക്കൊഴുപ്പിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ടെന്ന് കൂട്ടിക്കോ. അവർ വിശുദ്ധി കാത്തു സൂക്ഷിച്ചാൽ അവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇന്ന് പലരും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, വചനം എവിടെയൊക്കെ എടുത്തു നോക്കിയോ, വചനം ഏത് തരത്തിൽ എടുത്തു നോക്കിയോ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ. എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ. ഒരിക്കൽ ഞങ്ങൾക്ക് ആതുരാലയങ്ങളെ ഒക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അതിനെ മുഴുവിപ്പിക്കുന്ന ഒരു വൈദികൻ ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്തു. നിങ്ങൾ ആതുര സേവനം ചെയ്തു, അനാഥരെ നോക്കി, പാപങ്ങളെ നോക്കി, നിങ്ങൾ ഏറ്റൊടുക്കി അനാഥരെ നോക്കി അല്ലെങ്കിൽ പാപങ്ങളെ നോക്കി നിങ്ങൾ നരകത്തിൽ പോകരുതേന്ന്. കാരണം ദൈവത്തിന് മഹത്വം കൊടുക്കണമെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന് മഹത്വം കൊടുക്കൂ. ദൈവത്തിന് ഞാൻ മഹത്വം കൊടുത്ത് ഒരു പ്രവൃത്തി ചെയ്താൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ അത് രക്ഷയായി തീരൂ. ഇതൊരു സത്യമാണ്, ഇതൊരു അനുഭവ സത്യമാണ്. ജീവിതത്തിൽ എന്ന് ഞങ്ങൾക്ക് നടത്തുന്ന പ്രസ്ഥാനങ്ങൾക്ക് കോട്ടം തട്ടാൻ തുടങ്ങുന്നുണ്ടോ, അവിടെ വിശുദ്ധിക്ക് കോട്ടം തട്ടിയെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി.
അതാണ് അതിൻ്റെ ശരി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് ഇരുത്തി വാർത്തെടുത്ത് നോക്കണം. ആരൊക്കെ എവിടെയൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ കയ്യിൽ, നമുക്കറിയാം ഇന്ന് മൊബൈൽ ഫോണിലൂടെയും ഒക്കെ ഒരുപാട് വിശുദ്ധിക്ക് കോട്ടം തെറ്റുന്ന പാപം ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് സുഖം തേടുന്നതിന് വേണ്ടി ഇന്ന് പേടിയാവുക. ഇന്ന് മക്കളുടെ സന്തോഷത്തിന് വേണ്ടി ബൈക്ക് മേടിച്ചു കൊടുക്കുന്നു. ഞാനൊരിക്കലും ഓർക്കുന്നു, എൻ്റെ അടുക്കൽ ഇടുക്കി ജില്ലയിൽ ഒരു കുടുംബത്തിൽ ഒരു മകൻ വളരെയധികം, അതോ ആ ചെറുപ്പക്കാരനെ കണ്ടാൽ എന്നെ 22 വയസ്സുള്ള നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ. അവൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയി. നല്ല മാർക്കോട് കൂടി പഠിച്ചപ്പോൾ അവൻ അപ്പൻ്റെ അടുക്കൽ ഒരാഗ്രഹം വെച്ചു, എനിക്ക് ഒരു ബൈക്ക്. അങ്ങനെ അപ്പം പറഞ്ഞു, അത്യാവശ്യം ചുറ്റുപാടൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞു, മോനെ വേണോ, നീ എനിക്കൊരു മകനല്ലേ, എനിക്ക് പറ്റിയല്ല, എനിക്ക് മേടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഉപവസിക്കുമെന്ന് പറഞ്ഞു. അവൻ 3 ദിവസം അവൻ ഭക്ഷണം കഴിക്കാതിരുന്നു. 3-ാമത്തെ ദിവസം അപ്പനും അമ്മയ്ക്കും അലിവുണ്ടായി. അവർ 60,000 രൂപയുടെ നല്ലൊരു ബൈക്ക് മേടിച്ചു കൊടുത്തു. ആ ബൈക്ക് ഒരിക്കൽ അവൻ ബാംഗ്ലൂർ കൊണ്ടുപോയി. അവിടുന്ന് അത് മേടിച്ചു കൊടുത്ത് 6 മാസം തികയുന്നതിന് മുമ്പ് പോരുന്ന വഴിക്ക് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽപ്പെട്ട്, ഒരു ലോറിക്കടിയിൽപ്പെട്ട് മകൻ മരിച്ചു. നിങ്ങൾക്കറിയാവോ എത്ര കാലം ആ മാതാപിതാക്കൾ കരഞ്ഞുവെന്ന്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം മേടിച്ചു കൊടുക്കണം. എല്ലാ സൗകര്യങ്ങളും നമ്മൾ മേടിച്ചു കൊടുക്കണം. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ വിശുദ്ധിയിലാണോ ജീവിക്കുന്നത്? എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തെ മനസ്സിലാക്കിയിട്ടാണോ ജീവിക്കുന്നത് എന്നൊരു നല്ലൊരു നോട്ടം നമുക്കുണ്ടാകണം. എത്ര മാതാപിതാക്കളാണ്. ഒരിക്കലും ഞാൻ ഓർക്കുന്നു, അമേരിക്കയിൽ ചിക്കാഗോയിൽ നിന്നൊരു ഒരു സാറ് ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകൾക്ക് ബ്രദറെ ഇപ്പോൾ 28 വയസ്സ് പ്രായമായി. 28 വയസ്സായി. 28 വയസ്സായി അവൾക്ക് കല്യാണം. അപ്പോൾ അവൾ പറയും, എനിക്ക് കല്യാണം വേണ്ട, ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഇഷ്ടംപോലെ സ്വത്ത്, പണം, പക്ഷേ അവൾക്ക് കല്യാണമല്ലാത്ത അവിടെയൊക്കെ അല്ലാത്ത രീതിയിൽ, നമുക്കറിയത്തില്ലേ, സ്വവർഗഭോഗികൾ വളരുന്ന കാലഘട്ടം. അങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി. അതുകൊണ്ട് എനിക്ക് അങ്ങനെ മതി, അല്ലാതെ എനിക്ക് ആണുങ്ങളുടെ അടിമയായി ഒന്നും ജീവിക്കാൻ പറ്റിയില്ലെന്ന് അമ്മയോട് മകള് പറഞ്ഞു. അങ്ങനെ ഇന്ന് വളരെ അസ്വസ്ഥതയിലായി. പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ കുടുംബവും വിശുദ്ധിയിൽ ജീവിക്കുവാൻ, നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ ജീവിക്കപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ട് നമുക്ക് എണീറ്റ് നിൽക്കാം. നല്ല ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കണമേ എന്ന് ആഗ്രഹിക്കാം. എൻ്റെ ഹൃദയവിചാരങ്ങളെ ദൈവത്തിന് കൊടുക്കാം. വിശ്വാസത്തിൻ്റെ ഈ രാത്രി, വിശ്വാസത്തിൻ്റെ ഈ നിമിഷങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ എൻ്റെയും എൻ്റെ കുടുംബവും ഐശ്വര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ശക്തിയുടെ നിഴലുകളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പാപസാഹചര്യം ഉണ്ടാകുന്നത് ഒരു സാമൂഹികമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കാണ്. അങ്ങനെയുള്ള വ്യക്തികൾ ബലം പിടിച്ചു വേണം വിശുദ്ധിയിൽ ജീവിക്കുവാൻ. അങ്ങനെ ബലവാന്മാരായി തീരുവാൻ ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരു ആത്മാവിൻ്റെ ബലമുള്ളവളായി കുടുംബജീവിതവും മറ്റെല്ലാ ജീവിതവും വിശുദ്ധിയിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവം അനുഗ്രഹിക്കട്ടെ.